ഈ ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി ഇപ്പോൾ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ബി.ജെ.പി. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ചില കീഴ്വഴക്കങ്ങൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബി.ജെ.പി. ചില ഹിറ്റ് ലിസ്റ്റുകൾ പുറത്തിറക്കി. അതിലൊന്ന് കെ.എം. മുരളീധരനെ എവിടെ നിന്നാലും തോൽപ്പിക്കും. മറ്റൊന്ന് പിണറായി വിജയനെ തോൽപ്പിക്കുക എന്നുള്ളത്. ബി.ജെ.പിക്ക് സ്വയം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ബി.ജെ.പിക്ക് കഴിയും. അത് കുണ്ട്രയിൽ നമ്മൾ കണ്ടതാണ്. അതായത് പി.സി. വിഷ്ണുവിനെ ജയിപ്പിക്കാൻ വേണ്ടി മേഴ്സിക്കുട്ടിയമ്മയെ തോൽപ്പിച്ചത്. അത്തരത്തിൽ പല മണ്ഡലങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത്തവണ എന്തൊക്കെ സ്ട്രാറ്റജി ആയിരിക്കും അവർ ഉപയോഗിക്കുക? അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ രണ്ടക്കം നിയമസഭയ്ക്കകത്ത് നിലവിൽ ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ല, ഒരു അംഗം പോലും ഇല്ല. അതേസമയം അത് രണ്ടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അതിൽ കൂടുതലോ അംഗങ്ങളെ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ എതിർപ്പിനെ പോലും അവഗണിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് കിട്ടിയിറക്കിയത്. മുൻപ് രാജീവ് ചന്ദ്രശേഖരനെ പോണ്ടിച്ചേരിയിൽ അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനുമായി വിട്ട സമയത്ത് കേന്ദ്ര നേതൃത്വം നൽകിയ നിർദ്ദേശം അവിടുത്തെ ഭരണം പിടിക്കുക എന്നുള്ളതായിരുന്നു. അത് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ട്രാറ്റജി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ദേശീയ നേതൃത്വം കണ്ട ഒരു ഗുണം. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ ഒരു സ്ഥലത്തേക്ക് വിട്ടുകഴിഞ്ഞാൽ അയാൾക്ക് കൃത്യമായിട്ട് അവിടുത്തെ അന്തരീക്ഷം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എന്തൊക്കെ രീതിയിൽ നമ്മുടെ പാർട്ടിക്ക് വളർച്ച ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കും എന്ന് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ, വെറും വാക്ക് പറയുകയല്ല, അത് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അല്ലെങ്കിൽ ഒരു അംഗമാണ് എന്ന രീതിയിലാണ് രാജീവ് ചന്ദ്രശേഖരനെ ദേശീയ നേതൃത്വം വിലയിരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇതുവരെ ഒരംഗത്തെ മാത്രമാണ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിരുന്നത്. അതുപോലും പക്ഷേ ഈ നിലനിർത്താൻ കഴിഞ്ഞില്ല. അത് ഒ രാജഗോപാൽ എന്ന വ്യക്തിപ്രഭാവം കൊണ്ടുകൂടിയാണ് അന്ന് കിട്ടിയത്. അന്ന് ഇതേപോലെ തന്നെ കോൺഗ്രസ് നല്ല കൈ അഴിഞ്ഞ് രാജഗോപാലിനെ സഹായിക്കുകയും ചെയ്തിരുന്നു. സുരേന്ദ്രൻപിള്ള മത്സരിച്ചിട്ട് വെറും 10,000 വോട്ടാണ് സുരേന്ദ്രൻപിള്ളയ്ക്ക് ആ മണ്ഡലത്തിൽ കിട്ടിയത്. അത് മുന്നിലത്തെ തവണ UDFന് വളരെയധികം വോട്ട് കിട്ടിയെടുത്താണ് 10,000 വോട്ട് കിട്ടിയത്. ആ വോട്ട് മുഴുവൻ പോയത് രാജഗോപാലിനാണ്. രാജഗോപാൽ അന്ന് ജയിക്കുകയും ചെയ്തു. സുരേന്ദ്രൻപിള്ള എന്ന് പറയുന്ന വ്യക്തി രാഷ്ട്രീയത്തിൽ തന്നെ അപ്രസക്തനായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പാണത്. അപ്പോൾ അത് നിലനിർത്താൻ കഴിയാത്തത് തന്നെ ദേശീയ നേതൃത്വത്തിൻ്റെ അടുത്ത് സംസ്ഥാന നേതൃത്വത്തിന് ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുള്ളതാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് വിടുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് ഇവിടെ ഭരണം പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ പറഞ്ഞതുപോലെ ഈ അംഗസംഖ്യ കൂട്ടുക, നിയമസഭയ്ക്കകത്ത് അംഗങ്ങളുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ ദേശീയ നേതൃത്വം അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ വന്നിട്ട് 2026 കേരളത്തിൽ ഭരണം പിടിക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവർക്കറിയാം അത് കേരളത്തിൽ സാധിക്കുകയില്ല. അതിന് പ്രധാന തടസ്സമായി നിൽക്കുന്നത് ഇടതുപക്ഷമാണെന്നും അവർക്കറിയാം. കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് അത്യാവശ്യം മേൽക്കോയ്മയുള്ള ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന കേരളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ബി ജെ പിയുടെ സ്ട്രാറ്റജികൾ കണ്ണുമടച്ച് വിശ്വസിക്കുന്ന ആളുകളല്ല ഇവിടെയുള്ള ആളുകൾ. ഒരു 90% ആളുകളും എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കി മാത്രം തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന ആളുകളാണ് എന്നുള്ളത് അവർക്കറിയാം. അപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി ഇവിടെ എടുക്കാൻ പോകുന്ന സ്ട്രാറ്റജി എന്താ? ഇവർ ഈ 71 സീറ്റ് കിട്ടണമല്ലോ ഇത് ഇപ്പം ഭരണം കിട്ടണമെങ്കിൽ. പക്ഷേ 71 സീറ്റ് കിട്ടണമെങ്കിൽ പോലും ബി ജെ പി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന വെറും 40 സീറ്റുകളേ ഉള്ളൂ. 40 സീറ്റുകളിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചാൽ മതി എന്നാണ് തീരുമാനം. ആ 40 സീറ്റുകളിൽ പോലും ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ചുരുക്കം ചില ആളുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ചിഹ്നം കൊടുക്കേണ്ടതില്ല. പകരം ഓരോ മണ്ഡലങ്ങൾ നമ്മൾ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെയും അതിന് മുന്നിലുള്ള നിയമസഭാ ഇലക്ഷൻ്റെയൊക്കെ വോട്ടിംഗ് ശതമാനവും പെർസെൻറ്റേജ് എല്ലാം കൂടെ നോക്കിയിട്ട് ഇവിടെ ഏത് രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലെത്താൻ പറ്റും, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. ഇതാണ് ബി ജെ പി നോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെ ആരാണ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകി നിൽക്കുന്ന ഒരാൾ. ഇനി അതല്ല, പുറത്തുനിന്ന് നമ്മൾ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വെക്കുകയാണെങ്കിൽ ആരെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കി നിർത്തി കഴിഞ്ഞാൽ ബി ജെ പി ഗുണകരമാകും. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി നോക്കുകയാണെങ്കിൽ, ബി ജെ പിയുടെ ചിഹ്നത്തിൽ നിന്നല്ലാത്തൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നോക്കുകയാണെങ്കിൽ ഏത് മണ്ഡലമാണോ നോക്കുന്നത് ആ മണ്ഡലത്തിൽ എപ്രകാരം ആരെ നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വം 2 മാസങ്ങൾക്ക് മുമ്പ് എല്ലാ ജില്ലാ നേതൃത്വങ്ങൾക്കും മണ്ഡലം കമ്മിറ്റികൾക്കും കൃത്യമായിട്ട് ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ ചോദ്യങ്ങളുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ചിഹ്നത്തിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അവിടെ ജയിക്കുമോ? പരമ്പരാഗതമായി ബി ജെ പി വോട്ടുകൾ എത്ര? പരമ്പരാഗതമായി LDF വോട്ട്, UDF വോട്ട് ഇതെത്ര? ഈ LDFിൽ നിന്നും UDFിൽ നിന്നും നമുക്ക് വരാൻ സാധ്യതയുള്ള വോട്ടുകൾ എത്ര? ആരൊക്കെയാണ് പ്രധാനപ്പെട്ട കക്ഷികൾ? ആരൊക്കെയാണ് ഈ മണ്ഡലം? അങ്ങനെ ഒരു 100 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം മണ്ഡലം കമ്മിറ്റികൾ ഉത്തരം കൊടുക്കണം. ആ ഉത്തരങ്ങൾ കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ അത് പരിശോധിച്ചതിന് ശേഷമാണ് സംസ്ഥാന നേതാക്കൾ മത്സരിക്കേണ്ട മണ്ഡലങ്ങളുണ്ടോ, ഇനി അതല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കേണ്ട മണ്ഡലങ്ങളുണ്ടോ, ഇനി അതല്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളുടെ കൂടെ വരാൻ സാധ്യതയുള്ള
ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള ആളുകളുടെ ലിസ്റ്റ് സംസ്ഥാന നേതൃത്വം നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഈ പറഞ്ഞതുപോലെ മണ്ഡലം കമ്മിറ്റികൾ, ബൂത്ത് കമ്മിറ്റികളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ മണ്ഡലത്തിൻ്റെയും കൃത്യമായിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ട് എന്താണ് എന്നുള്ളത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഗ്രൗണ്ട് റിപ്പോർട്ട് എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു കാൻഡിഡേറ്റിൻ്റെ ലിസ്റ്റ് ദേശീയ നേതൃത്വത്തിന് കൊടുക്കുക. ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടു കൂടി സംസ്ഥാന നേതൃത്വം ഇത് പ്രഖ്യാപിക്കും. അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിലായിരിക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കൾ മത്സരിക്കാൻ സാധ്യത. രാജീവ് ചന്ദ്രശേഖർ മിക്കവാറും നേമത്തായിരിക്കും മത്സരിക്കുന്നത്. ചിലപ്പോൾ വി മുരളീധരൻ കഴക്കൂട്ടത്ത്, ഇനി വി മുരളീധരൻ അല്ലെങ്കിൽ സുരേഷ് ആയിരിക്കും കഴക്കൂട്ടത്ത്. അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന് വേണ്ട ഇപ്പോൾ സുരേന്ദ്രൻ വർക്കലയിൽ മത്സരിക്കുന്നു. സുരേന്ദ്രൻ തൃശ്ശൂർ സ്ഥാനത്തെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ഓക്കെ. അപ്പം അങ്ങനെ ഓരോ നേതാക്കൾക്കും അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമാണ് സംസ്ഥാന നേതൃത്വം ഇതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്തിട്ട് അവർ 2026 ഏപ്രിൽ മാസമോ മെയ് മാസമോ ആണ് തെരഞ്ഞെടുപ്പ് വരുന്നതെങ്കിൽ പോലും അടുത്ത മാസം മുതൽ ഇവിടെ പ്രവർത്തനം നടത്താൻ വേണ്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത്. അത് ദേശീയ നേതൃത്വം കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അമിത്ഷായാണ് കേരളത്തിൽ ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ എങ്ങനെയാണ് ഇവിടെ BJP വർക്ക് ചെയ്യുന്നത് എന്ന് മോണിറ്റർ ചെയ്യുന്നത്. അതിന് വേറൊരു ദേശീയ നേതാവിനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അമിത്ഷാ എല്ലാ ദിവസവും എന്ന് പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ട്. കേരളം അവരുടെ ഒരു ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ്. അവർക്ക് എങ്ങനെയെങ്കിലും കേരളത്തിൽ ഭരണം പിടിക്കണം എന്നുള്ളതാണ് അവർ ഇതുവരെ അവർക്കൊരു ധാരണയുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിന് അധികാരം കിട്ടിക്കഴിഞ്ഞാലും കുറേ കാശ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേര് BJP വരും. BJP വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭരണം ഉണ്ടാക്കാം. നമ്മൾ ഗോവയിൽ ഉൾപ്പെടെ കണ്ടിട്ടുള്ളതാണ് അങ്ങനെ. പക്ഷേ അവിടെയും ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ കോൺഗ്രസ്സുകാരെ ഇപ്പുറത്തോട്ട് വലിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് കാൻഡിഡേറ്റിനെങ്കിലും ഇവർക്ക് വിജയിപ്പിച്ച് MLA മാരാക്കി നിയമസഭയ്ക്കകത്ത് എത്തിക്കണോ എങ്കിൽ മാത്രമല്ലേ കുറച്ച് പേരെയും കൂടെ ചേർത്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മുൻപ് ഓർമ്മയുണ്ടോ, നമ്മൾ K. സുരേന്ദ്രൻ പറഞ്ഞത് 40 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരണം ഉണ്ടാക്കും. അത് അവരുടെ ആത്മവിശ്വാസമാണ്. അവർ അത്രയും പൈസ കൊടുത്തിട്ട് കോൺഗ്രസിന്റെ വിലക്കെടുക്കാം എന്നുള്ള ധാരണയാണ്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ വിലക്കെടുക്കണമെങ്കിൽ പോലും ഇവിടെ ഒരു 10-20 MLA മാർ ഇവർക്ക് ഉണ്ടാവണ്ടേ. അത്രയും MLA മാരുണ്ടെങ്കിൽ മാത്രമല്ലേ ബാക്കിയുള്ളവർ എടുക്കാൻ പറ്റും. അപ്പം അതിനുള്ള ആളുകളെ നിയമസഭയ്ക്കകത്തേക്ക് അയക്കണം എന്നുള്ളതാണ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അപ്പം 2026 വരുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി അടുത്ത മാസം മുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും വീടുകൾ കേന്ദ്രീകരിച്ച് ഓരോ വീടുകളിലും ഈ കാൻഡിഡേറ്റ് കയറണം, സ്ഥാനാർത്ഥി കയറണം, എന്നിട്ട് ഓരോ വീട്ടിലെ ആളുകളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടാക്കണം എന്ന് പറയുമ്പോൾ അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഇവർ ഇത്രയും നാളുകൾക്ക് മുമ്പേ അവരവിടെ പ്രചരണം തുടങ്ങി. ആരാണോ മത്സരാർത്ഥി അയാൾ ആ മണ്ഡലങ്ങളിലുള്ള എല്ലാ വീടുകളും കയറി ഇറങ്ങുന്നു, എല്ലാ ആളുകളെയും വളരെ പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നു, ഓരോ ദിവസവും നമ്മൾ കാണുന്നു. ഇനി ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിന് ശേഷം കാണുന്നു. അവർക്ക് അത്രയും സമയമുണ്ട് എന്നുള്ളതാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇനി ഇത്രയും മാസങ്ങൾ കിടക്കുമ്പോൾ ഏകദേശം ഒരു വർഷത്തിനടുത്ത് കിടക്കുന്ന ഘട്ടത്തിൽ ഇത്രയും ദിവസം ഒരു കാൻഡിഡേറ്റ് അവിടെ നിന്ന് ആ പ്രദേശത്തെ ആളുകളെ എല്ലാം മനസ്സിലാക്കി അവരോടെല്ലാം വളരെ പേഴ്സണലായിട്ട് സംസാരിച്ച് അവരിൽ ഒരാളായി മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും LDFിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ടുകൾ ചോരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം കൃത്യമായിട്ട് തയ്യാറാക്കിയ സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിലാണ് BJP നേതൃത്വം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത്. ഇത്രയും വർഷക്കാലം നമ്മൾ കണ്ടിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP ഇത്തവണ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒരു വെല്ലുവിളിയാകാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്.